ശ്രീ KP ഏലിയാസ് സാറ് നമുക്കായിട്ട് ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നു. ശ്രീ KP ഏലിയാസ് സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ അധ്യക്ഷൻ, പ്രസീഡിയം അംഗങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ആദ്യം തന്നെ ഇങ്ങനൊരവസരം തന്നതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏറെ വലിയൊരു സബ്ജക്റ്റാണ്, കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറച്ച് വേഗം പോകും, നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേവല പരിസ്ഥിതിവാദം ഇന്ന് ആഗോള തലത്തിൽ തന്നെ വേരുകളുള്ള ഒരു വലിയ ദർശന പദ്ധതിയാണ്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഇങ്ങനെയൊരു സംഘത്തിൻ്റെ അത്യാവശ്യമായൊരു കാര്യമാണ്. ഞാനിവിടെ കുറച്ച് കണക്കുകളും ശാസ്ത്ര വസ്തുതകളുമാണ് അവതരിപ്പിക്കുന്നത്. മുഷിയാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരിക്കൽ കൂടി എൻ്റെ കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗാന്ധിജി പറയുകയുണ്ടായി, ഇംഗ്ലീഷുകാരെ നേരിടണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. അപ്പോൾ കുറച്ച് കണക്കും കുറച്ച് ശാസ്ത്രവും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. കണക്കുകളെക്കുറിച്ച് പറയുമ്പോൾ ചാക്കോമാഷ് പറഞ്ഞല്ലോ, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന്. ഇന്നത്തെ ശാസ്ത്രം ഭൂഗോളം അല്ല, പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം തന്നെ കണക്കിലേക്ക് ഒതുക്കുകയാണ്. ഗണിതത്തിൻ്റെ ഫ്രെയിംവർക്കിലേക്ക് പ്രപഞ്ചത്തിനെ തന്നെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രം. കണക്കുണ്ട് എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് കുറേ കണക്കുകൾ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള എൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് ഇതാണ്. രാഷ്ട്രങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ ഇന്ന് നമ്മൾ നേടിയിട്ടുള്ള സാമ്പത്തിക ഭദ്രതയുടെയും ജീവിത സൗകര്യങ്ങളും മുഴുവനായും പരിസ്ഥിതിയുടെ ചിലവിലാണ് സാധ്യമായിട്ടുള്ളത്. എല്ലാവരുടെയും അതിൽ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ ആരെയെങ്കിലും കല്ലെറിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, നമുക്കതിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന്. രണ്ടാമത്തത്, നമ്മൾ യഥാർത്ഥ കുറ്റവാളികളെ തന്നെയാണോ കല്ലെറിയുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് ഒരു 4 വർഷം മുമ്പ് നടന്ന ഒരു ആഗോള അന്താരാഷ്ട്ര സമിതിയിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി വികസിത രാഷ്ട്രങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദമാണ് കാർബൺ ഇൻവെസ്റ്റഡ് എക്കണോമിക്സ്. അത് ഇന്നത്തെ നമ്മുടെ ഈ വികസിത രാഷ്ട്രങ്ങളുടെ വികസനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അധികമായി അടിഞ്ഞുകൂടിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ഭൗമ അന്തരീക്ഷത്തിൽ ഈ വ്യവസായ കാലഘട്ടം തുടങ്ങുന്നത് വരെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 280 മുതൽ 300 വരെ ppm ആണ്. 10 ലക്ഷം ഡ്രൈ എയറിൻ്റെ തന്മാത്രകൾ എടുത്താൽ അതിൽ 280 മുതൽ 300 വരെ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളാണ് ഉണ്ടായിരുന്നത്. 8 ലക്ഷം വർഷക്കാലം ഇത് സ്ഥിരമായി നിന്നു. പക്ഷേ നമ്മുടെ ഈ അന്നത്തെ കണക്ക് വെച്ച് അളന്നു നോക്കിയാൽ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 2200 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടായിരുന്നത്. ഒരു ജിഗാട്ടൺ എന്ന് പറഞ്ഞാൽ 100 കോടി ടണ്ണാണ്. ഈ 2200 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ ശരാശരി ഉപരിതല ഊഷ്മാവിനെ 14 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തിക്കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമിയുടെ ശരാശരി ഉപരിതല താപം -18 ഡിഗ്രിയിലേക്ക് പോവുകയും തണുത്തുറഞ്ഞ് ഭൂമി ഒരു ഐസ് ഏജിലേക്ക് പോവുകയും ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുകയാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്തിരുന്നത്. പക്ഷേ വ്യവസായ കാലഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് 1200 ജിഗാട്ടൺ കൂടി അധികമായി സംഭാവന ചെയ്തു. ഈ അധികമായി വന്ന കാർബൺ ഇപ്പോൾ നമ്മൾ 10 ലക്ഷം കാർബൺ ഡൈ ഓക്സൈഡ് എയർ തന്മാത്രകൾ എടുത്താൽ 419 കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്തുണ്ടാവും.
ഈ അധികമായി വന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ താപത്തെ 1.2 ഡിഗ്രി ഉയർത്തി. ഇപ്പോൾ ഭൂമിയുടെ ശരാശരി ഉപരിതല ഊഷ്മാവ്, ഗ്ലോബൽ മീൻ സർഫസ് ടെമ്പറേച്ചർ, GMST എന്ന് പറയുന്നത് 15.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 1.2 ഡിഗ്രി വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോള താപനം എന്ന് പറയുന്നത്. അത് വളരെ നിസ്സാരമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അല്ലെന്നുള്ളതാണ്. കാരണം അത് ശരാശരിയാണ്. ഭൂമിയിലുള്ള റെസിഡ്യുവൽ താപം ഭൂഗോളത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ അളവുകളിൽ സഞ്ചയിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ശരാശരിയാണത്. അപ്പോൾ അത് ഒരു സ്ഥലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഏറിയും കുറഞ്ഞും വരും. ഇപ്പോൾ വയനാടിൻ്റെ താപനില, അതായത് ഒരു കാര്യം കൂടെ പറഞ്ഞു വിട്ടെ, നമ്മളിപ്പോൾ ഈ 1200 ജിഗാട്ടൺ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് ഓരോ വർഷവും 40 ജിഗാട്ടൺ വീതം നമ്മൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഡീഷണലായിട്ട്. അതുകൂടി ഞാൻ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, മറ്റുള്ള ഹരിതവാതകങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വയനാടിൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത് 16 ഡിഗ്രി മുതൽ 32 ഡിഗ്രി വരെയാണ്. ഈ 16 ഡിഗ്രി എന്ന് പറയുന്നതിൽ ഒരു 4-5 ഡിഗ്രി ഏറ്റക്കുറച്ചിലുണ്ടായാൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. സസ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, ജന്തുക്കൾക്ക് പ്രശ്നം ഉണ്ടാകാം, മനുഷ്യന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ വർഷം വയനാടിൻ്റെ ഉപരിതല അപ്പർ ലിമിറ്റ് 38 ഡിഗ്രി വരെ പോയി എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു 2 ഡിഗ്രി 3 ഡിഗ്രി കൂടെ പോവുകയും ആ താപം ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവിടെ അതാണ് ഈ ആഗോള താപനം മൂലം സംഭവിക്കുന്നത്. നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ പരിഹാരം എന്താണെന്നാണ്. ഈ ആഗോള താപനത്തിന് എന്താണ് പരിഹാരം എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന അഡീഷണലായി അയച്ചുകൊണ്ടിരിക്കുന്ന 50-40 ജിഗാട്ടൺ നിർത്തണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം അവസാനിപ്പിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ചെയ്യണമെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഉൽപാദന പ്രക്രിയ മൊത്തം അഴിച്ചു പണിയണം. ഉൽപാദന പ്രക്രിയ അഴിച്ചു പണിതാൽ പോരാ, ജീവിത രീതികൾ മാറണം, കാഴ്ചപ്പാടുകൾ മാറണം. മത, രാഷ്ട്രീയ, സാമ്പത്തിക കാഴ്ചപ്പാടുകളിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വരും. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 2070 ആകുമ്പോഴേക്കും ഈ ഫോസിൽ ഫ്യൂൽ ഒഴിവാക്കാമെന്നാണ്. ചൈന പറഞ്ഞിരിക്കുന്നത് 2060 പറഞ്ഞിരിക്കുന്നത്. നടക്കുമോ എന്തോ അറിയില്ല. പക്ഷേ ഇത് അവസാനിപ്പിച്ചാൽ ഇവിടെ നമ്മൾ 1 കിലോ ബീഫ് തിന്നുമ്പോൾ 71 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെത്തും. അരിയാണെങ്കിലോ 3.6 കിലോയെ എത്തുള്ളൂ. ഇന്ത്യക്കാരൻ പക്ഷേ ശരാശരി 14 കിലോ ബീഫാണ് ഒരു വർഷം തിന്നുന്നത്. 70% പേരും മാംസം കഴിക്കുന്നവരാണ്. പക്ഷേ ഒരു പോർച്ചുഗീസുകാരൻ ഒരു വർഷം 180 കിലോ ബീഫ് കഴിക്കും. ഈ പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ ഈ ആഗോള താപനം, ഈ കാർബൺ ഹരിതവാതകങ്ങളുടെ ഉൽപ്പാദനത്തിൻ്റെ 26% ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ജീവിത രീതികൾ മാറണം, ഭക്ഷണക്രമങ്ങൾ മാറണം, കാഴ്ചപ്പാടുകൾ മാറണം. എന്നാലേ നമുക്ക് ഈ ആഗോളതലത്തിൽ ഉൽപ്പാദന പ്രക്രിയ പൊളിച്ചെഴുതാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്താൽ ചൂട് കുറയോ? ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. 1200 ജിഗാട്ടണ്ണിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുന്നുണ്ട്. അതിനെ ഹിസ്റ്റോറിക്കൽ എമിഷൻ എന്നാണ് പറയുക. അത് മുഴുവൻ അവിടുന്ന് വലിച്ചു നീക്കണം. അതാര് ചെയ്യും? ഓരോ രാജ്യത്തിനും അതിൻ്റെ മുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചു നീക്കാൻ പറ്റുമോ? അങ്ങനെ കേരളത്തിൻ്റെ മുകളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചു നീക്കിയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ആരിതിന് പണം മുടക്കും? അതിന് ഇന്നും ഒരു ടെക്നോളജി ഇല്ല. തിയറീസ് വരുന്നുണ്ടെന്നല്ലാതെ യാതൊരു ടെക്നോളജിയില്ല. ലോകത്ത് എവിടെയും അതിനുള്ള ഒരു ഇത് നടക്കുന്നില്ല. ഇനിയോ അത് വലിച്ചു മാറ്റി നിൽക്കട്ടെ. ആ കുമുലേറ്റീവ് എമിഷൻ്റെ ചിത്രമാണിത്. അതായത് അവിടെയുള്ള 1200 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡിൽ നമുക്ക് ആർക്കും ഒരു പങ്കുമില്ല.
അതിൻ്റെ 90% അമേരിക്കയും യൂറോപ്പും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമുക്കതിൽ യാതൊരു ബാധ്യതയില്ലാന്ന് എനിക്ക് പറയില്ല, പക്ഷേ പങ്കില്ല എന്ന് ഞാൻ പറയും. ഇനി ഇത് മുഴുവൻ വലിച്ചു മാറ്റിയെന്നിരിക്കട്ടെ, എന്നാ പറയുമോ? ചൂടാകാനൊരു സമയം വേണം. എന്ത് വസ്തുവും ചൂടാകാനൊരു സമയം വേണം, തണുക്കാനൊരു സമയം വേണം. ഗൂഗിൾ പറയുന്ന 1000 വർഷം വേണ്ടി വരും ഈ 1 ഈ ടെമ്പറേച്ചർ കുറയാനെന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ഈസ് നോ എസ്കേപ്പ് ഫ്രം ഗ്ലോബൽ വാർമിംഗ്. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. അപ്പോൾ പിന്നെ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2050 ആകുമ്പോഴെങ്കിലും ഈ താപവർദ്ധനയെ 1.5 ഡിഗ്രിയിൽ പരിമിതപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ അത് കുറയ്ക്കാനല്ല. അപ്പോൾ 1.5 ഡിഗ്രിയിൽ പരിമിതപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾ ഇപ്പോൾ 1.2 ഡിഗ്രിയേ ഉള്ളൂ, ശരാശരിയാണേ, മറക്കരുത്. അപ്പോൾ 1.5 ഡിഗ്രി ആയാലോ 25% പ്രശ്നങ്ങൾ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതിൻ്റെ കൂടെ ജീവിക്കുക, പ്രതിരോധ മാർഗങ്ങൾ ആർജിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പരിഹരിക്കാനുള്ള സൂത്രപ്പണികളുമായി വരുന്നവർ വാസ്തവത്തിൽ ചെയ്യുന്നത് കൊടിയ ദ്രോഹമാണ്. അവർ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെക്കുകയും പ്രതിരോധ മാർഗങ്ങളെ വൈകിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. ഇവിടെ ഇതെങ്ങനെ വന്നു എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഇത് ലോകബാങ്കിൻ്റെ കണക്കാണ്. 90% ഹിസ്റ്റോറിക്കൽ എമിഷൻസ് ഹൈ ഇൻകം ആൻഡ് അപ്പർ മിഡിൽ ഇൻകം കൺട്രീസ് ഉണ്ടാക്കിയതാണ് എന്ന് വേൾഡ് ബാങ്ക് തന്നെ പറയുന്നുണ്ട്. ഈ വേൾഡ് ബാങ്കിൻ്റെ കണക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. അവരുടെ ഈ 2024 റിപ്പോർട്ടുണ്ട്, പാത്വേസ് ഔട്ട് ഓഫ് പോളി ക്രൈസിസ് എന്ന് പറഞ്ഞ നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു വലിയ ക്രൈസിസിലാണ്. അതിൽ രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അവരതിനെക്കുറിച്ച് പറയുന്നത് ദാരിദ്ര്യം, പുരോഗതി, പരിസ്ഥിതി, വികസനം എന്ന് പറയുന്ന ഇരുമ്പ് ത്രികോണത്തിൻ്റെ 3 കോണുകളാണ് ഇത് 3. ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. ലോകബാങ്കിൻ്റെ കണക്കിൽ 400 കോടിയോളം ആളുകൾ ദരിദ്രരാണ്. 5 വർഷം കൊണ്ട് ഈ ദാരിദ്ര്യം പരിഹരിക്കാമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ, ആഗോള താപനം ഇരട്ടിയാവും. 5 വർഷം കൊണ്ട് നമ്മൾ ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം അവസാനിപ്പിച്ചു എന്നിരിക്കട്ടെ, ദാരിദ്ര്യം എത്രയോ ഇരട്ടിയാവും. അപ്പം ഇതിനെ 3നെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരണമെന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ചെയ്യുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെ വെറും കേവലവാദം എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ കഴിയൂ. അവർ പറയുന്ന അവരുടെ ഒരു കോൺസെപ്റ്റാണ് പ്രോസ്പെറിറ്റി. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങൾക്കിടയിലും ദേശീയ തലത്തിലുമുള്ള അസമത്വങ്ങളെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്കിതൊന്നും പരിഹരിക്കാനാവില്ല എന്നാണ് ലോകബാങ്ക് പറയുന്നത്. ലോകബാങ്കിൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു കാരണം ഞാനത് പറയാം. അസമത്വങ്ങളെ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. അതിനവരൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്, ഷെയർഡ് പ്രോസ്പെറിറ്റി. വികസനത്തിൻ്റെ പങ്കിടൽ രാജ്യങ്ങൾക്കിടയിലും ആഗോളതലത്തിലും ദേശീയ തലത്തിലും വികസനത്തിൻ്റെ, ജീവിത സൗകര്യത്തിൻ്റെ, വളർച്ചയുടെ പങ്കിടലിലൂടെ മാത്രമേ പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾ മറ്റിടത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ലോകബാങ്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരവരുടെ കോൺസെപ്റ്റുകൾ മാറ്റി. അസമത്വങ്ങളെക്കുറിച്ച് ലോകബാങ്ക് അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കണമെന്നും അത് ഹാംഫുൾ ആണെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് ഹാംഫുൾ ആണെന്നും അത് ഇന്നെഫിഷ്യൻ്റ് ആണെന്നും ഇൻജസ്റ്റിസ് ആണെന്നും അവർ പറയുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനോടനുബന്ധിച്ച് ഈ 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ അസമത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല. അവരിന്ന് പരിസ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്.
ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ. മനുഷ്യൻ അവഗണിക്കപ്പെട്ടു പോയി. മനുഷ്യൻ അവഗണിക്കപ്പെടുക മാത്രമല്ല, ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. പ്രകൃതിയുടെ ശത്രുവായി മനുഷ്യനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഫിലോസഫി വളർന്നു വരുന്നുണ്ട്. അത് അപകടകരമാണ്. നമ്മുടെ കവികൾ, നമ്മുടെ സാഹിത്യ മണ്ഡലത്തിൽ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് മനുഷ്യനായിരുന്നു കേന്ദ്ര പ്രമേയമെങ്കിൽ ഇപ്പോൾ പ്രകൃതിയാണ്. അത് നല്ലതാണ്. പക്ഷേ അവിടെ മനുഷ്യൻ അവഗണിക്കപ്പെട്ടു പോകുന്നു. മനുഷ്യൻ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ചൊരു ചിത്രപട കഞ്ചുകം ചീന്തി നിൻ നഗ്നമേനിയിൽ വിരലമർത്തി മുറിവുകളിൽ നിന്ന് ഉതിരം അവർ മോന്തി. എന്നിട്ടോ അത് നിൽക്കുന്നില്ല. പ്രിയപ്പെട്ട കവി പിന്നെയും തുടരുകയാണ്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണൻ്റെ കഥ എത്ര പഴകി. അവിടെ വരെ എത്തുകയാണ്. അപ്പോൾ അവിടെ ഈ പ്രിയപ്പെട്ട കവി ONV എനിക്ക് പ്രിയപ്പെട്ട കവിയാണ്. കവിയുടെ മനസ്സിൽ ഏത് മനുഷ്യനാണുള്ളത് ഇത് എഴുതുമ്പോൾ? ഇത്ര ക്രൂരമായി സ്വന്തം അമ്മയെ തന്നെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഈ കാര്യം കവി എഴുതുമ്പോൾ ഏത് മനുഷ്യനാണ് കവിയുടെ മനസ്സിലുണ്ടായിരുന്നത്? ഓർക്കണം. അവിടെയാണ് നമ്മൾ ഈ കാർബൺ എമിറ്റ് ചെയ്യുന്നത്. ഇതിൽ അതിൻ്റെ കണക്കായത് ചൈനയാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നത്. ആകെയുള്ളതിൻ്റെ 27%. രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ് 11%. മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് 6.6%. പിന്നെ യൂറോപ്പ്, അങ്ങനെ അങ്ങനെ പോകും. പക്ഷേ നമ്മൾ ഇപ്പം ചൈനയാണ് ഏറ്റവും കൂടുതലെന്ന് പറയുമ്പോൾ ഇവിടെ ജീവിക്കണമെങ്കിൽ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ കഴിയില്ല. നിങ്ങൾ 1 കിലോ പെട്രോൾ കത്തിക്കുമ്പോൾ 2.5 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പോകും. ഡീസലാണെങ്കിൽ 3 കിലോ, ഗ്യാസ് ആണെങ്കിലും അത്ര തന്നെ പോകും, വിറകാണെങ്കിൽ 2 കിലോ. ഇപ്പം ഇത് നിങ്ങളിവിടെ ഇരുന്ന് ശ്വാസം കഴിക്കുന്നില്ലേ? 1 വർഷം കൊണ്ട് 300 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് ഒരാൾ അന്തരീക്ഷത്തിലെത്തി. ജീവിക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് വിടാതെ കഴിയില്ല. അപ്പം ആളോഹരി കണക്കെടുക്കുമ്പോൾ 1-ാം സ്ഥാനത്തുള്ള ചൈന 9 ടണ്ണുമായി 25-ാം സ്ഥാനത്താണ്. 2.04 ടണ്ണുമായി ഇന്ത്യ 125-ാം സ്ഥാനത്താണ്. നമ്മളൊന്നും ചിത്രത്തിലില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ കാര്യത്തിൽ ഇന്ത്യയൊന്നും ചിത്രത്തിലില്ല, നെഗ്ലിജിബിളാണ്. ഇത് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ എമിഷനാണ്. ഇത് നെറ്റാണ്. ഇത് 330 കിലോ ആണ്. കേരളത്തിൻ്റെ നെറ്റ് എമിഷൻ എന്ന് പറയുന്നത് 330 കിലോ ആണ്. നെറ്റാണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതായത് നമ്മൾ 1 കിലോ പെട്രോൾ, ഞാനിപ്പോൾ വയനാട്ടിൽ നിന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോൾ 100 കിലോ കാർബൺ ഡൈ ഓക്സൈഡാണ് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വിടുക. അപ്പോൾ ഈ 330 എന്ന് പറയുന്നത് നെറ്റാണ്, ഓർക്കണം. അത് അബ്സോർവ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു ലിറ്റർ, ഒരു 10 ലക്ഷം ഡ്രൈ എയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കാണും? 419 എണ്ണവും കാണും. ഇവിടെ 330 ഉള്ളൂ. അതുകൊണ്ട് അന്തരീക്ഷം ഫ്രീ ആണെന്ന് ആരും വിചാരിക്കണ്ട. ഇവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ 0 ആക്കിയെന്ന് വിചാരിച്ചോ? നമ്മുടെ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ചേഞ്ച്. അങ്ങനെ മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോസസ്. ആഗോള തലത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ കുറയുള്ളൂ. ഇനി കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 175 ലക്ഷം വാഹനങ്ങളുണ്ട്. ഒരു വീട്ടിൽ 2-3 വാഹനങ്ങളുണ്ട്. നമ്മുടെ കാർബൺ എമിഷൻ്റെ 40-50% വാഹനങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് ഇപ്പോൾ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ അടുത്ത പ്രസിദ്ധീകരിച്ചതിൽ അത് കണക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നമുക്ക് 330 കിലോ അവിടെ ഉള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ വനാവരണമാണ് അതിനെ വലിച്ചെടുക്കുന്നത്. എത്ര വനാവരണം? 55% വരും കേരളത്തിൻ്റെ വനാവരണം.
അതുകൊണ്ടാണ് നമ്മുടെ എമിഷൻ ഇത്ര കുറഞ്ഞിരിക്കുന്നത്. ഈ കേരളത്തിനെ കുറിച്ച് കുറച്ച് കണക്കുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 1% കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത്. നമ്മളിവിടെ 3% മനുഷ്യരെ പോറ്റുന്നുണ്ട്. ഇന്ത്യയുടെ വനത്തിൻ്റെ 2.74% കേരളത്തിലാണ് ഉള്ളത്. അതുമാത്രമല്ല 20 വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇവിടെ നമ്മൾ പോറ്റുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗ സാന്ദ്രതയുള്ള ഒരു പ്രദേശമായിരിക്കും കേരളം. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഡേറ്റയില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ഡേറ്റയുണ്ട്. 2020 കണക്കനുസരിച്ച് കേരളത്തിൽ 5700 ആനകൾ ഉണ്ടായിരുന്നു. 2020 കണക്ക് FSI. ഈ കഴിഞ്ഞ വർഷത്തെ 2023 കണക്കനുസരിച്ച് 1793 ആനകളേ ഉള്ളൂ. ഹിന്ദു പറയുന്നത്, വനംവകുപ്പ് പറഞ്ഞതായി ഹിന്ദു പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആനകൾ മുഴുവൻ അടുത്ത കാടുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കാരണങ്ങൾ എന്തോ ആവട്ടെ. 1793 ആനകൾ 2023 എന്നാ പറയുന്നത്. ഈ 1793 ആനകളെ നമ്മൾ കേരളത്തിലെ വനങ്ങളിൽ യൂണിഫോം ആയിട്ട് വിതരണം ചെയ്തു എന്ന് വിചാരിക്കുക. അസാധ്യമായ കാര്യമാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ഒരാന 6.4 സ്ക്വയർ കിലോമീറ്ററാണ് ഒരു ആനയ്ക്ക് കിട്ടുക. 6.4 സ്ക്വയർ കിലോമീറ്റർ ഒരു ആനയ്ക്ക്. അതിനെങ്ങനെ യൂണിഫോമായിട്ട് വിതരണം ചെയ്യണം? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പറയുന്നത് 323 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്ന ഒരു ആനയ്ക്ക്. പോട്ടെ, അതിൻ്റെ 10 എടുത്തു, എന്നാലും 30 സ്ക്വയർ കിലോമീറ്റർ വേണം. 5 ഇരട്ടിയാണ് നമ്മുടെ വന്യമൃഗ സാന്ദ്രത. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ വനമിറങ്ങുന്നത് എന്ന് നമ്മുടെ വിദഗ്ധർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഇനിയും മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവരതിൻ്റെ മുകളിൽ തല പുകച്ചുകൊണ്ടേയിരിക്കുക. ഈ കണക്കൊന്നും പക്ഷേ ഇനി കടുവയുടെ കണക്കും മാനിൻ്റെ കണക്കും പന്നിയുടെ കണക്കും ഒക്കെ പറയാനിരിക്കുന്നേ ഉള്ളൂ. അതിന് സമയമില്ല. ഒരു കാര്യം കൂടി പറയാം. വനമാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഗോളതാപനത്തിൻ്റെ കാരണം വനമാണെന്നും വനനശീകരണമാണെന്നും അതിൻ്റെ പരിഹാരം വനവൽക്കരണമാണെന്നുമുള്ള ഒരു നറേറ്റീവാണത്. അത് ഒരു പൊതുബോധം പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. യഥാർത്ഥ കണക്കെന്താണ്? 73% ഹരിതവാതകങ്ങൾ ഉണ്ടാകുന്നത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 5.2% ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 3.2% വേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അഗ്രികൾച്ചർ, ലാൻഡ് യൂസ്, എഫോളു എന്ന് പറയുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട് 18.4%. അതിൽ വനനശീകരണം കൊടുത്തിട്ടുണ്ട് 2.2%. വേസ്റ്റ് 3.2%. അപ്പോൾ നമ്മൾ കൃഷിയും ഭൂ ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹരിതവാതകങ്ങൾ എന്ന് പറയുന്നത് 2.2%. തീർച്ചയായും ഈ കണക്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് 10% വരെ പോകുന്നുണ്ട്. പക്ഷെ IPCC എടുത്തിട്ടുള്ളത് ഈ കണക്കാണ്. ഈ എഫോളു എന്ന് പറയുന്നത് 1850 മുതൽ തുടർച്ചയായി നിൽക്കുകയാണ്. വനനശീകരണം മൂലമുള്ള ആഗോളതാപനം അത് 1950 2000 കാലഘട്ടത്തിലാണ് കുറച്ച് കൂടുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പട്ടിണി മാറിയത് ആ സമയത്താണ്. ലോകം ഭക്ഷ്യ സ്ഥിരത കൈവരിച്ചത് ആ ഒരു 50 വർഷം കൊണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇത്ര കൂടിയത്. അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയാം. ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ 30% കടൽ ആഗിരണം ചെയ്യും. പക്ഷെ ലാർജ് സിങ്ക്, വലിയ ബോഡിയാണത്. പക്ഷേ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദീർഘകാലം കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. തൽക്കാലം സേഫാ. 30% കാട് വലിച്ചെടുക്കുന്നത്. 30% കാട് വലിച്ചെടുക്കുന്നുള്ളൂ. ബാക്കി 40% ആകാശത്തിലേക്ക് പോകും. അതായി പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഈ 40% കൂടെ വലിച്ചെടുക്കണമെങ്കിൽ കാട് എത്ര വേണം? ഇന്ന് 31 മുതൽ 37% വരെ കാടുണ്ടെന്നാണ് പറയുന്നത് ലോകത്താകെ. അത് ഇരട്ടിയാക്കണം. അത് എവിടെ ഇരട്ടിയാക്കും എന്നാണ് പറയണേ? ആരാണ് അത് ഇരട്ടിയാക്കാൻ സമ്മതിക്കുക? അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി കാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതൊരു ലിവിങ് ജൈവഘടനയാണ്. അതിന് വളർച്ച മാത്രമല്ല, നാശമുണ്ട്. മനുഷ്യനെ പോലെ തന്നെ നമുക്ക് 80 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ്, മരത്തിന് 50 മുതൽ 100 200 വർഷം വരെ, അത്രയേ ഉള്ളൂ. അത് നശിക്കും. ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ അതിനെ നശിപ്പിക്കുന്നുണ്ട്. കാറ്റ്, മഴ, കാട്ടുതീ, ഭൂകമ്പങ്ങൾ, പ്രളയം, മറ്റ് ജന്തുക്കൾ, സസ്യങ്ങൾ, കീടങ്ങൾ, രോഗം, ഇതെല്ലാം. ഷുഗറും പ്രഷറൊന്നും ഇല്ലാന്നേ ഉള്ളൂ, ട്യൂമർ വരും, വിൽറ്റ് വരും, അങ്ങനെ അത് നശിക്കുന്നുണ്ട്. ഇത് നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മരം നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് സംഭവിക്കും? അത് ഏതാണ്ട് പകുതിയിൽ താഴെ ഓർഗാനിക് സോയിലായിട്ട് മണ്ണിൽ പോവും, ബാക്കി മുകളിലേക്ക് പോവും. ആ ഓർഗാനിക് സോയിൽ എവിടെയെങ്കിലും തുറന്നാലോ ഓക്സിജനായിട്ട് സമ്പർക്കം വന്നാൽ അതങ്ങോട്ട് പോവും, ക്രമേണ അതും പോവും. അപ്പം അതുകൊണ്ട് IPCC തന്നെ പറയുന്നു, ബയോമാസ് ഇൻ ഫോറസ്റ്റ് ഈസ് എ നോൺ പെർമനൻ്റ് എക്കോസിസ്റ്റം കാർബൺ പൂൾ. അവരുടെ റിപ്പോർട്ടിലുള്ളതാ. അത് പെർമനൻ്റ് അല്ല, തൽക്കാലം മാത്രമേ ആവുന്നുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞാൽ പോലും വനം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ഗ്ലോബൽ വാർമിംഗ്, നോട്ട് അറ്റ് ഓൾ. ആ വനത്തിൻ്റെ ധർമ്മം വേറെയാണ്. വനം വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, പറയേയില്ലേ. ഇനി നമുക്കൊരു കാര്യം കൂടി നോക്കാം. ഇത് എവിടുന്നാണ് വരുന്നതെന്നുള്ളതിന് ഒരു അനാലിസിസ് കൂടെ നടത്തി. ഇത് ഓക്സ്ഫാമിൻ്റെ കണക്കാണ്. ഓക്സ്ഫോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അവരുടെ ഗ്ലോബൽ പോവർട്ടിയാണ് അവരുടെ സബ്ജക്റ്റ്. അവർ പറയുന്നത് ഈ ലോകത്തിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള 1% ആളുകൾ താഴെയുള്ള 66% ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ കണക്ക്. 1% ആളുകളെ 66% ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്ര. അപ്പം ഞാൻ ഈ കണക്ക് തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ 8 കോടി ആളുകൾ ബാക്കിയുള്ള 546 കോടി ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം നോക്കിയപ്പോൾ ഇത് ഗാർഡിയനും ഓക്സ്ഫാമും സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണലും കൂടി ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിശ്വാസ്യതയായി. ആ ഗാർഡിയൻ താഴെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. 12 ശതകോടീശ്വരന്മാർ, വെറും 12 പേര്, 21 ലക്ഷം കുടുംബങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇന്ധനം കത്തിച്ചാൽ ഉണ്ടാകുന്ന അത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 12 പേര് ഒരു വശത്തും 21 ലക്ഷം കുടുംബങ്ങൾ. ഇത് ലോകബാങ്ക് പറയുന്നത് എമിഷൻസ് ആർ പ്രൈമറിലി ജനറേറ്റഡ് ബൈ റിച്ചർ കൺട്രീസ് ആൻഡ് ദാറ്റ് പുവർ കൺട്രീസ് ആർ അറ്റ് മോസ്റ്റ് അറ്റ് ദ റിസ്ക്. കാശ് വാങ്ങിക്കുന്നതാരാ? ചെണ്ടക്കാരൻ. വീക്ക് കൊള്ളുന്നതാർക്കാ? ചെണ്ടയ്ക്ക്. ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നതാരാ? സമ്പന്നര്. ഇതിൻ്റെ ദോഷം അനുഭവിക്കുന്നവരാ? സാധാരണക്കാർ. അതാണ് സംഭവിച്ചു. ആരാ ഇതിൻ്റെ ഗുണഭോക്താക്കൾ? ഞാൻ പറഞ്ഞല്ലോ, 4 കോടി ആളുകൾ, 400 കോടി ആളുകൾ ദരിദ്രരാണ്. 14,000 കുഞ്ഞുങ്ങൾ ഒരു ദിവസം മരിക്കുന്നുണ്ട്. ഒരു ദിവസം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അടിസ്ഥാന ആരോഗ്യം കിട്ടാതെ. അത് നമ്മളൊക്കെ ഉണ്ട് അതിനകത്ത്. ഈ കെടുതികൾ അനുഭവിക്കുന്നത് ആഗോളതാപനത്തിൻ്റെ കെടുതികൾ. എന്താ ആഗോളതാപനത്തിൻ്റെ കെടുതി? പ്രളയങ്ങൾ, മണ്ണിടിച്ചിൽ, പിന്നെ വരൾച്ച. പക്ഷെ ഇതിനെയൊന്നും നമുക്ക് ഡയറക്റ്റ്ലി ആഗോളതാപനമായിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയില്ല. IPCC എന്താ പറയുന്നത്? അവർ 6ാമത്തെ റിപ്പോർട്ടിൽ ഒരു ചാപ്റ്റർ മുഴുവൻ അതിന് വേണ്ടിയിട്ടാണ്. ദ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് എക്സ്ട്രീം വെതർ ഈവൻസ് വിൽ ഇൻക്രീസ്. അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ എക്സ്ട്രീം വെതർ ഈവൻസിൻ്റെ ശക്തി കൂടും, അതിൻ്റെ ഫ്രീക്വൻസി കൂടും. അല്ലാതെ ഒരു നിശ്ചിത ഈവൻ്റ് എടുത്തിട്ട്, ഒരു വയനാട് ദുരന്തം എടുത്തിട്ട് അതിൻ്റെ കാരണം ആഗോളതാപനമാണെന്ന് നമുക്ക് പറയാൻ മാത്രമുള്ള ഡേറ്റ ലഭ്യമല്ല. ആയിരിക്കാം, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ സ്ഥിരമായി എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പൊതുവെ ആരും പറയാറില്ല. ഹീറ്റ് വേവ്സ് ആണ്. ചൂട് കൂടിയാൽ ഹീറ്റ് വേവ്സ് ഉണ്ടാവും. 100 പേര് മരിച്ചു എന്നാണ് ഇന്ത്യയിലെ കണക്ക് കഴിഞ്ഞ വർഷം. ഡൗൺ ടു എർത്ത് പറയുന്നത് 700 പേര് മരിച്ചു എന്നാണ്. ഗ്ലോബൽ തലത്തിലേക്ക് പോകുമ്പോൾ മരണത്തിൻ്റെ കണക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ര വലുതായതുകൊണ്ട് ഞാനിവിടെ എടുത്തിട്ടില്ല. ലക്ഷങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയാത്തത്. പക്ഷേ ILO എന്ന് പറയുന്നുണ്ട്, ലോകത്തിലെ 70% കായിക ജോലികളും ഈ ചൂടിനെ അതിജീവിച്ചിട്ടാണ് ചെയ്യുന്നത്. വെയിൽ കൊണ്ടിട്ട് നമുക്ക് അകത്തിരിക്കാൻ പറ്റും.
അകത്തിരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. പുറത്തിറങ്ങിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത ആളുകളാണ് ആഗോളതാപനത്തിൻ്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ 75% ലേബറേഴ്സ്, അത് 380 മില്യൺ ആളുകൾ ചൂടിനെ നേരിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേൾഡ് ബാങ്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ആഗോളതാപനത്തിൻ്റെ കെടുതികൾ സമ്പന്നർക്ക് മാത്രമുള്ള ദരിദ്രർക്ക് മാത്രമുള്ള കാര്യമാണോ? സമ്പന്നരെ അത് ബാധിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ലോകബാങ്ക് പറയുന്നത്. ഞാൻ അങ്ങനെ അല്ല എന്നാണ് കരുതിയിരുന്നത്. എല്ലാവരും ഒരുപോലെ ബാധിക്കുന്നതെന്നാണ് ലോകബാങ്ക് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പരിസ്ഥിതി കെടുതികളെ അതിജീവിക്കുന്നതിനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതിന് അമേരിക്കയെ തന്നെയാണ് വേൾഡ് ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ 1% ആളുകൾക്കേ റിസ്ക് ഉള്ളൂ. ഏഷ്യയിലേക്ക് വന്നാൽ, അതുകൊണ്ടാണ് അമേരിക്ക ട്രംപ് കൂളായിട്ട് പിന്മാറിയത്. 1% ആളുകൾക്കേ റിസ്ക് ഉള്ളൂ അവിടെ. എങ്ങനത്തെ ജീവിതമാണ്? കാർബൺ ഇൻസുലേറ്റഡ്, എയർ കണ്ടീഷൻഡ് ലൈഫിന് അവർ കേപ്പബിളാണ്. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ഇൻ അബ്സല്യൂട്ട് ടേംസ് സൗത്ത് ഏഷ്യ ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. സൗത്ത് ഏഷ്യയിൽ 30% ആളുകൾ, 32% ആളുകളാണ് ആഗോളതാപനത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. ഗുണം അനുഭവിക്കുന്നത് ഒരു കൂട്ടരും, കെടുതി അനുഭവിക്കുന്നത് താഴേക്കിടയിലുള്ള ആളുകളും ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. ഇനി വേറൊരു കാര്യമുണ്ട്, ഇതിന് സംരക്ഷണം വേണ്ടേ? ഇതിൽ നിന്നുള്ള സംരക്ഷണ നടപടികൾക്ക് ഭാരമില്ലേ? ഇത് പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ഓപ്പണിംഗ് സെൻറ്റൻസ് ആണ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാരീസ് അഗ്രിമെൻ്റ് അവരുടെ നിലപാടുകൾ രൂപീകരിച്ചിട്ടുള്ളത് എന്ന് ഓപ്പണിംഗ് സെൻറ്റൻസ് ആണ്. അതിൽ പറയുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി, ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ്. ഓരോ രാജ്യത്തിനും ഉത്തരവാദിത്വം വ്യത്യസ്തമാണ്, ശേഷി വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് പാർട്ടീസ് മേ ബി അഫക്റ്റഡ് not only by climate change but also by the impacts of the measures taken in response to it. അതായത് പരിസ്ഥിതി നാശത്തിൻ്റെ കെടുതികൾ മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാരവും ആരുടെ തലയിലാണ് വന്ന് വീഴുന്നത്? സാധാരണക്കാരൻ്റെ. അത് IPCC വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇമ്പാക്ട്സ് ഓഫ് വാർമിംഗ് ആൻഡ് സം പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓഫ് മിറ്റിഗേഷൻ ആക്ഷൻസ് fall disproportionately on the poor and the vulnerable. അപ്പോൾ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിഴയും ഒടുക്കേണ്ടി വരുന്നത് ആരാണ്? ഇവിടുത്തെ സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരനെ വിട്ടുപോകുമ്പോഴാണ് നമ്മുടെ പരിസ്ഥിതിവാദം എന്തായി മാറുന്നത്? കേവല പരിസ്ഥിതിവാദമായി മാറുന്നത്. ഇവനെ പരിഗണിക്കുന്നില്ല. അതിന് ആഗോളതലത്തിലുള്ള കാഴ്ചപ്പാട്. അതിനു വേണ്ടിയാണ് പാരീസ് അഗ്രിമെൻറ്റും ഐക്യരാഷ്ട്രസഭയും IPCCയും വേൾഡ് ബാങ്ക് അടക്കം സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് അംഗീകരിച്ചിട്ടുള്ളത്. എന്തായി സുസ്ഥിര വികസനം? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ 2017 2015 അവർ 17 അജണ്ടകൾ ലോകരാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ചിട്ടുണ്ട്. 17 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഓരോ ലക്ഷ്യത്തിലും 10ഉം 15ഉം അജണ്ടകളുണ്ട്. അതിൽ ആദ്യത്തെ 9 ഞാൻ പറയുന്നത്: നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാളിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റീസ്. ഇത്രയും ചേരുമ്പോഴേ എന്താവുന്നുള്ളൂ? പരിസ്ഥിതി സംരക്ഷണം ആകുന്നുള്ളൂ. ഇവിടുത്തെ ഏതെങ്കിലും പരിസ്ഥിതി സ്നേഹികൾ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ദാരിദ്ര്യം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജെൻഡർ ഈക്വാലിറ്റി, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇതിനെക്കുറിച്ച് ഇതും കൂടെ ചേർന്നാലേ പരിസ്ഥിതി സംരക്ഷണം ആകൂ എന്നാണ് പറയുന്നത്. ഒറ്റ കാര്യം കൂടി, വനനശീകരണമാണ് നമ്മുടെ വലിയൊരു പ്രശ്നമല്ലോ. ആരാ വനം നശിപ്പിക്കുന്നത്? ഇത് ആ കളർ കണ്ടില്ലേ? അത് പച്ചയിലേക്ക് എത്തുമ്പോൾ വന സംരക്ഷണത്തിലെത്തും. ഏറ്റവും കൂടുതൽ വനം വളർത്തിയത് ചൈനയാണ്. ഏത്? ഈ കഴിഞ്ഞ ദശാബ്ദത്തിൽ. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. പക്ഷേ നമുക്ക് 1ാം സ്ഥാനം കിട്ടണമെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭൂവിസ്തൃതിയുടെ എത്രയോ ഇരട്ടിയുണ്ട് അവർക്ക്. നമ്മുടെ ഭൂവിസ്തൃതിയുടെ 66% കാടുണ്ട് അവിടെ. അപ്പോൾ അവർ അത്രയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 1ാം സ്ഥാനം നമുക്ക് കിട്ടണതാണ്. ഇത് 1990 മുതൽ 2020 വരെയുള്ള 3 ദശാബ്ദ കാലം ലോകത്ത് നടന്നിട്ടുള്ള വനനശീകരണം. അത്
ആഫ്രിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും ഒരു വർഷം 63 ലക്ഷം ഹെക്ടർ വനം വീതം നഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ 1.5 ഇരട്ടി വനം വീതം ഓരോ വർഷവും കഴിഞ്ഞ 30 വർഷം നഷ്ടപ്പെട്ടു. 1.5 ഇരട്ടി കേരളം വീതം നഷ്ടപ്പെട്ടു പോയി. അവിടെ എന്താ നടക്കുന്നതെന്നറിയോ? നമ്മളിവിടെ പറയും ഈ തിരുവിതാംകൂറിൽ നിന്ന് കുറേ ആളുകൾ ചട്ടിയും കലവും പെറുക്കി ഹൈറേഞ്ചിൽ വന്നിട്ടാണ് കേരളത്തിൽ വനം നശിപ്പിച്ചതെന്നൊരു കള്ളക്കഥയുണ്ട്. അത് ചരിത്രത്തിന് പോയിട്ട് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല. അങ്ങനെ പോയി കാട് വെട്ടിത്തെളിക്കാനാവില്ല. അതൊരു വലിയ സോഷ്യൽ പ്രോസസ്സാണ്. അതിന് വലിയ മൂലധനം വേണം, അതിന് തൊഴിലിൻ്റെ സംഘാടനം വേണം. അല്ലാണ്ട് കുറേ അത് വേറൊരു സബ്ജക്റ്റാണ്, വലിയ സബ്ജക്റ്റാണ് അത് പോട്ടെ. പക്ഷേ ഈ ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും നടക്കുന്നത് ഈ ചട്ടിയും കലവും പെറുക്കിക്കൊണ്ടുപോയ ആളുകൾ ചെയ്ത പണിയല്ല. അവിടെ എന്താ നടക്കുന്നത്? അത്യന്താധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വലിയ കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഭൗമ ഉപരിതലത്തിൻ്റെ സമൂലമായ പരിവർത്തനമാണ് നടക്കുന്നത്. ആമസോൺ കാടുകളാണ് അവർ തെളിക്കുന്നത്. സെറാഡോ ഇൻ ബ്രസീൽ, ലോകത്തിലെ ഏറ്റവും വലിയ എക്കോസിസ്റ്റമാണിത്. ഇത് വെട്ടിത്തെളിപ്പിക്കുക. എന്തിനാ ഇവർ ചെയ്യുന്നത്? നമ്മുടെ ഈ ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ചൊരു ചിത്രപട കഞ്ചുകം ചീന്തി ആ കവിത എഴുതാൻ അവിടെ കവികളില്ലാഞ്ഞിട്ടാണോ? അവിടെ പരിസ്ഥിതി സ്നേഹികളില്ലാഞ്ഞിട്ടാണോ അവർ ഈ ഭൂമി മുഴുവനായിട്ട് ഇങ്ങനെ പരിവർത്തിപ്പിക്കുന്നത്? അവിടെ അതിനും ഒരു കാരണമുണ്ട്. ബ്രസീലിൻ്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ 3 ഇരട്ടിയാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 1.25 ഇരട്ടി കാടുണ്ട് അവിടെ, 5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. നമ്മുടെ ആകെ ഏരിയ എന്ന് പറയുന്നത് 3.3 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ്. അവരുടെ ഭൂമിയുടെ 62% കാടാണ്. അവർക്ക് അവിടെ 37% മാത്രമേ വനമുള്ളൂ. ബ്രസീൽ ഈസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഷുഗർ, സോയാബീൻ ആൻഡ് ബീഫ്. ഒക്കെ ലാൻഡ് ബേസ്ഡ് ആണ്. ഇതാണ് അവരുടെ എക്കോണമിയുടെ ബേസ്. അവരൊരു എമർജിങ് എക്കോണമിയാണ്. വികസ്വരയിൽ നിന്ന് സമ്പന്നതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. അവർക്ക് കൃഷി ചെയ്യാൻ ഭൂമിയില്ല, അതുകൊണ്ട് അവർ വെട്ടിത്തെളിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റുമോ ബ്രസീലുകാരോട് നിങ്ങൾ വികസനം ഒന്ന് പതുക്കെ ആക്കണം, ഞങ്ങളുടെ ശ്വാസകോശം സംരക്ഷിച്ച് തരണമെന്ന്? പോട്ടെ, ഗൂഗിൾ പറയുന്നത് അവരുടെ കടം $800 മില്യൺ ഉണ്ടെന്നാണ്. അവർ നമ്മുടെ ശ്വാസകോശം സംരക്ഷിച്ചിരുന്ന ആളല്ലേ? നിങ്ങളുടെ കടത്തിൽ കുറച്ച് ഇളവ് തരാം, അല്ലെങ്കിൽ അതിൻ്റെ പലിശ കുറച്ച് എഴുതി തള്ളാമെന്ന് പറയൂ. അതുകൊണ്ടാണ് പറയുന്നത് വനനശീകരണമാണെങ്കിലും ആഗോള താപനമാണെങ്കിലും അതൊരു ഗ്ലോബലായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ അത് സാധ്യമാവുള്ളൂ. ലോക്കലായിട്ട് ചെയ്യുന്ന ഈ സൂത്രപ്പണികൾ പലപ്പോഴും സാധാരണ മനുഷ്യരുടെ ഭാരം വർദ്ധിപ്പിക്കാനേ കൂടൂ. അവിടെ ആഫ്രിക്കയിൽ ഹിപ്പോപ്പൊട്ടാമസിനെ, എലഫൻറ്റുകളെയും ഇമ്പാലകളെയും സീബ്രാസിനെ വരെ തിന്നുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ. എന്താ കാരണം? ദാരിദ്ര്യമാണ് പ്രശ്നം. അപ്പോൾ ദാരിദ്ര്യം പരിഹരിക്കാതെ ഇത് പരിഹരിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ഈ വനനശീകരണത്തിൻ്റെ അതിനുണ്ട് ഗുണഭോക്താക്കൾ. ഈ നമ്മൾ പറഞ്ഞില്ലേ ആഗോള താപനത്തിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വനനശീകരണത്തിന് ഗുണഭോക്താക്കളുണ്ട്. 22% കാട് പ്രൈവറ്റ് മേഖലയിലാണ്. അമേരിക്കയിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. 1900 ഇത് FAOയുടെ കണക്കാണ്. 65 മുതൽ തടി വ്യവസായം തുടർച്ചയായി വർദ്ധിച്ചു വരിക, കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചു വന്നിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് റെക്കോർഡിലെത്തിയത്. 4 ബില്യൺ മീറ്റർ ക്യൂബാണ് തടി ഒരു ലോകം ഉപയോഗിക്കുന്നത്. അപ്പോൾ തടിയുടെ ഉപയോഗത്തിന് ഒരു കുറവും വന്നിട്ടില്ല. വനസംരക്ഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തടി കയറ്റുമതി ചെയ്യുന്നത് ചൈനയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ വനം വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്ത് വനം വളർത്തുക, മറുവശത്ത് വെട്ടി വിൽക്കുക. ഈ തടി വ്യവസായത്തിൻ്റെ 33% മുതൽ 40% വരെ പേപ്പർ ഇൻഡസ്ട്രിയാണ് തിന്നു തീർക്കുന്നത്. അപ്പോൾ ഇവിടെ മരം മുറിക്കുന്നവൻ, മഴ ഉപയോഗിക്കുന്നവൻ മാഫിയ, ആ ലോറി അത് മാഫിയ, അതിനപ്പുറത്തേക്കുള്ളത് ഇൻഡസ്ട്രിയലിസ്റ്റുകളും പരിസ്ഥിതി സ്നേഹികളും. പേപ്പർ ഉപയോഗിക്കുന്നവരാരും എവിടെ പെടില്ല, പരിസ്ഥിതി നശീകരണത്തിൽ പങ്കില്ല. ഇതാണ് ഈ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അന്തസത്ത.
അത് പരിഷ്കരിക്കാതെ പരിസ്ഥിതി സംരക്ഷണവും നടക്കില്ല, വന്യമൃഗ സംരക്ഷണവും നടക്കില്ല, വന സംരക്ഷണവും നടക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, സമയത്തിൻ്റെ പരിമിതി എനിക്കറിയാം. ഏതായാലും ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി അറിയിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ബാക്കി പറയാം. നമസ്കാരം. താങ്ക് യു എലിയാസ് സാർ.